നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ചൈനയിൽ വലിയ വീമ്പ് പറഞ്ഞു പോയ ട്രംപ് വെറും കൈയോടെ മടങ്ങി വന്നു എന്ന വാർത്ത അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കുമെന്നും തായ്വാൻ വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്നും ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുമെന്നും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇലോൺ മസ്ക് അടക്കമുള്ള വ്യവസായികളെ ഒപ്പം കൂട്ടിപ്പോയ ട്രംപിന് കൃത്യമായ ഒരു കരാറുകളിലും എത്താനായില്ല എന്നുള്ള വിവരങ്ങൾ വലിയ ഞെട്ടലാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിശബ്ദനായി മടങ്ങിയ ട്രംപ് വലിയ വിജയമാണ് സന്ദർശനമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെതിരെ വ്യാപകമായ വിമർശനം അമേരിക്കയിൽ ഉയരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു. 9 മണിക്ക് ആദ്യം തലക്കെട്ടുകൾ. ചൈനയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങി ട്രംപ്. അമേരിക്കൻ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കരാറിലും ഒപ്പിടാൻ തയ്യാറാകാതെ ചൈന. സെമി കണ്ടക്ടർ ചിപ്പ് കയറ്റുമതി നിയന്ത്രണങ്ങളിലോ തീരുവ ഇളവുകളിലോ ധാരണയില്ല. ഗംഭീരമായ വ്യാപാര ഇടപാടുകൾ നടന്നുവെന്ന് ട്രംപിന്റെ അവകാശവാദം. സന്ദർശനം പരാജയമെന്ന് അമേരിക്കയിലും വിമർശനം. മോദിയുടെ UAE സന്ദർശനം വഴിത്തിരിവാകുന്നു. ഇന്ത്യയുടെ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് വിലയിരുത്തൽ. പെട്രോളിയം ശേഖരത്തിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്തും. രാജ്യത്ത് വാതക ശേഖരണ സംവിധാനം ഒരുക്കാനും സഹായിക്കും. പാചകവാതക വിതരണത്തിൽ ദീർഘകാല കരാറുകളും. ഇറാനുമായുള്ള യുദ്ധത്തിനായി US ചെലവിട്ടത് 3 ലക്ഷം കോടി രൂപ. കണക്കാക്കിയതിനേക്കാൾ $400 കോടി അധികം ചെലവായെന്നും റിപ്പോർട്ട്. യുദ്ധച്ചെലവ് കുത്തനെ ഉയർന്നതിൽ അമേരിക്കയിൽ വ്യാപക പ്രതിഷേധം. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം. പരിശോധന നടന്നത് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ. കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം നൽകും. കുതിപ്പ് പ്രതീക്ഷിച്ച എയർ ഇന്ത്യ കിതയ്ക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൽ. കമ്പനിയുടെ വാർഷിക നഷ്ടം 26,800 കോടി ഇന്ത്യൻ രൂപ കടന്നു. അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ചതും സർവീസുകളുടെ പുനഃസംഘടന പാളിയതും തിരിച്ചടി. യുപിയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 117 കടന്നു. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും. ചൂട് 45 മുതൽ 50 ഡിഗ്രി വരെ ഉയരും. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മധ്യപ്രദേശ് ധാറിലെ ഭോജ്ശാല കമാൽ മൗല പള്ളി സമുച്ചയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിർണായക വിധിയുമായി ഹൈക്കോടതി. ഭോജ്ശാല സരസ്വതി ക്ഷേത്രം മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവ് റദ്ദാക്കി. പള്ളി പണിയാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തണമെന്നും നിർദ്ദേശം. നിർണായകമായത് ശാസ്ത്രീയ സർവേ. മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള UDF-ൽ ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടും. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് കേരള കോൺഗ്രസ്. സുപ്രധാന വകുപ്പിനായി RSP. കോൺഗ്രസ് മന്ത്രിമാരെ ഇന്ന് തീരുമാനിച്ചേക്കും. ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മന്ത്രിയാകാമെന്ന നിലപാടിൽ രമേശ് ചെന്നിത്തല. KC പക്ഷത്തിന് കൂടുതൽ അവസരം കിട്ടും. സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പിണറായി വിജയനെതിരായ വിമർശനങ്ങൾക്കിടെ CPM പത്തനംതിട്ട, കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇന്ന്. തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശനം. തെരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിന് BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന്. പാലക്കാട്ടെയും തൃശൂരിലെയും തോൽവി ചർച്ച ചെയ്യും. ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗവും ഇന്ന്. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് കോഴിക്കോട് ഗർഭിണിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കക്കറമുക്ക് സ്വദേശിനി സോന. ഭർത്താവിന് ഗുരുതരമായി പൊള്ളലേറ്റു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഐതിഹാസികമായ UAE സന്ദർശനം പൂർത്തിയാക്കി. നമുക്കറിയാം, ലോകമെമ്പാടും വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. ഇതിനിടയിൽ ഒപെക്കിൽ നിന്ന് പിന്മാറി UAEയുടെ നിലപാട് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു. UAE ഇപ്പോൾ തങ്ങളുടെ ഇന്ധന വിതരണമൊക്കെ സ്വതന്ത്രമായാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സംശയമില്ല. ഇതിനിടയിൽ ഇന്ത്യയിലെ
ഓയിൽ റിസർവ് 30 ദശലക്ഷത്തിലേക്കൊക്കെ ഉയർത്താൻ UAE തീരുമാനിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒപ്പം ഏതാണ്ട് 42,000 കോടി രൂപയുടെ വൻ നിക്ഷേപമാണ് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യക്ക് UAE പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യ മേഖല വികസനത്തിനും ബാങ്കിംഗ് രംഗത്തിനുമൊക്കെയായി UAE ഈ തുക അനുവദിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ പ്രതിരോധ ഊർജ്ജ കരാറുകൾ ഇന്ത്യക്ക് വലിയ ഊർജ്ജമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം പെട്രോളിയം ശേഖരം, LPG വിതരണം, ഷിപ്പിംഗ് മേഖലകൾ എന്നിവയിൽ വലിയ സഹകരണം ഉണ്ടാക്കുന്ന 6 പ്രധാനപ്പെട്ട കരാറുകളും മോദിയുടെ അബുദാബി സന്ദർശനത്തിൽ ഒപ്പിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി സഹകരിച്ച് ഇന്ത്യയിലെ പെട്രോളിയം ശേഖരത്തിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായിട്ടാണ് ഉയർത്തുന്നത്. സംശയമില്ല, ഇത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന കരാറായി മാറിയിരിക്കുകയാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ ഹോർമുസ് വഴിയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നീക്കമാണ്. അത് പരിഹരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും UAEയുടെ ഭാഗത്ത് ഇത്രയധികം ഓയിൽ ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സഹകരണം അവർ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ നമുക്ക് ദീർഘകാല ലക്ഷ്യങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും ഈ ഒപ്പക്കിൽ നിന്ന് UAE പിന്മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്കുള്ള എണ്ണ ഉൽപാദനം അതിൻ്റെ ഒരു പൂർണ്ണ തോതിൽ വിതരണം ചെയ്യാനാകുന്നില്ല എന്നുള്ളതാണ്. അതായത് UAEയിൽ ഉണ്ടാക്കുന്ന ഒരു എണ്ണയുടെ തോത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇപ്പോൾ വിതരണം നടത്തിക്കൊണ്ട് അതിൻ്റെ ഒരു 10 മടങ്ങ് ലാഭം കൊയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷേ ഒപ്പക്കിനകത്തുള്ള വ്യവസ്ഥകളും അതുപോലെ സൗദി അറേബ്യയുടെ ഒരു അപ്രമാദിത്വവും എല്ലാം കാരണം UAEക്ക് സാധിക്കില്ലായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒപെക്കിൽ നിന്ന് UAE പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ ഈ പെട്രോളിയം, അതായത് ഈ ക്രൂഡ് ഓയിൽ വിറ്റഴിക്കാൻ ഒരു വലിയ മാർക്കറ്റ് അവർക്ക് വേണ്ടി വന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും UAEയുടെ ആ ഒരു ആവശ്യം നിറവേറ്റുന്ന വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ കടുത്ത രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ കുറച്ച് കൂടുതലാണെന്ന് പറയാം. കാരണം ഇന്ത്യയിലുള്ള ഉയർന്ന ജനസംഖ്യ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വിലയടക്കം വർദ്ധിപ്പിച്ചിരുന്നു. LPGയുടെ വില വീണ്ടും കൂട്ടാനുള്ള ആലോചനയിലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഈ കൂടുതൽ ഈ എണ്ണയുടെ ഒഴുക്ക് അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശ്വാസജനകമാകുന്നത്. UAEയുമായിട്ട് ഇന്ത്യ ഒപ്പിട്ട കരാർ പ്രകാരം ഏതാണ്ട് $5 ബില്യൺ ഒരു നിക്ഷേപമാണ് ഇന്ത്യയിൽ UAE നടത്താനായി ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു മടങ്ങായിട്ട് ഈ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം വർദ്ധിപ്പിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിനു മുൻപേ ഉള്ള കരാർ പ്രകാരം 2 രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തത്തിലുള്ള വ്യാപാരം $100 ബില്യൺ കടന്നിരുന്നു. ഇത് ഉടൻ തന്നെ ഒരു $200 ബില്യൺ ആക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഭൂഗർഭ എണ്ണ കരുതൽ ശേഖരത്തിൻ്റെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ അതിലിപ്പോൾ ഏറ്റവും വലിയ ഒരു സഹകരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കരാർ ഒപ്പിട്ടിട്ടുള്ളത് അബുദാബി നാഷണൽ ഓയിലുമായിട്ടാണ്. അപ്പോൾ അവരുമായിട്ട് നിലവിലുള്ള ഈ ഭൂഗർഭ കരുതൽ എണ്ണ ശേഖരത്തിൻ്റെ കരാർ അതിൻ്റെ ഒരു തോത് അത് കുറച്ചുകൂടി ഉയർത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ക്രൂഡ് ഓയിൽ അടക്കം ഇന്ത്യയിലേക്ക് ഒഴുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല വളരെ സുഗമമായിട്ടുള്ള ഒരു എണ്ണ വിതരണം ഒരു ദീർഘകാലയളവിൽ സ്ഥിരമായിട്ട് തന്നെ ഇന്ത്യയിലേക്ക് ഈ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യാനും UAE ആലോചിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ LPG വിതരണം അതും കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ലിക്വിഡ് ഈ ഗ്യാസിൻ്റെ ഒരു ഇന്ത്യയിലേക്കുള്ള വിതരണവും അതും ശക്തിപ്പെടുത്താനായിട്ടുള്ള കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡ് പെട്രോളിയം നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയുടെ മൊത്തം LPG ആവശ്യത്തിൻ്റെ ഏതാണ്ട് 40% മീറ്റ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് നിലവിൽ ഇന്ത്യ UAEയുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാറുകൾ ഒപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം UAEയിൽ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ പല സുപ്രധാനമായിട്ടുള്ള കരാറുകൾ ഒപ്പിടാനായി. അതുതന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള നേട്ടം. ഇതിന് പുറമെയാണ് നമുക്ക് വലിയ നേട്ടം സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്നലത്തെ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും വൈറലായി ഇന്നലെ വന്ന ഒരു ദൃശ്യം നരേന്ദ്രമോദിയോടുള്ള ആദരസൂചകമായി F-16 വിമാനങ്ങളുടെ അകമ്പടി UAE യാത്രയിൽ മോദിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അകമ്പടി അത്തരത്തിൽ മോദിയോടുള്ള
വലിയ തോതിലുള്ള ഒരു ആദരമായി കൂടി കാണുകയാണ്. വെള്ളിയാഴ്ച ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അബുദാബി ആകാശത്ത് പ്രധാനമന്ത്രിയുടെ വിമാനം പ്രവേശിച്ചത്. അതിന് തൊട്ട് കൂടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ UAE പറന്ന് ഒപ്പം പോവുകയായിരുന്നു. മോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ 1 ബോയിങ് 777-300ER എന്ന വിമാനം എല്ലാവർക്കും സുപരിചിതമാണ്. അതിന് ഇരുവശത്തുമായി UAE വ്യോമസേനയുടെ F-16 ബ്ലോക്ക് 60 ഡെസേർട്ട് ഫാൽക്കൺ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകുന്ന കാഴ്ച അത് ഏത് ഇന്ത്യക്കാരനും അഭിമാനമായി എന്നുള്ളതാണ്. ഇത് വീഡിയോ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു. ഒരു വിദേശ രാജ്യത്തെ ഭരണത്തലവൻ നൽകാവുന്ന ഏറ്റവും ഉയർന്ന ആദരവുകൾ ഒന്നായാണ് ഈ അകമ്പടിയെ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യം മൂലം ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധിയൊക്കെ രൂക്ഷമായ സമയത്തു കൂടിയാണ് മോദിയുടെ സന്ദർശനം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സന്ദർശനത്തിൻ്റെ ഒരു പ്രാമുഖ്യം കൂട്ടുന്നുമുണ്ട്. ഈ ചർച്ചകളിൽ, ഈ UAE-യുമായുള്ള ചർച്ചകളിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ഇന്ത്യൻ വ്യവസായി മലയാളിയായ യൂസഫ് അലി. യൂസഫ് അലി പറഞ്ഞത് മോദിയെ താൻ കണ്ടതും സംസാരിച്ചതും മറ്റും UAE-യിലെ ഭരണകർത്താക്കളുടെ ആവശ്യപ്രകാരമാണ് എന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുമ്പെന്തത്തെക്കാളും ശക്തമാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ നൽകുന്ന പിന്തുണ, ആ രാജ്യത്ത് നൽകുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി നമുക്കറിയാം ഈ യുദ്ധത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ UAE വലിയ ഭക്ഷ്യപ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നിർദ്ദേശപ്രകാരം താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടെന്ന് യൂസഫ് അലി വെളിപ്പെടുത്തി. UAE-യിലെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും ഒരു തരത്തിലുമുള്ള ക്ഷാമവും ഉണ്ടാകരുതെന്നും പ്രസിഡന്റ് പ്രത്യേകം നിർദ്ദേശിച്ചനുസരിച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ഇതിനായി മോദിയുടെ സഹായം താൻ തേടി. പക്ഷേ ഉടനടി തന്നെ ഈ സഹായം അദ്ദേഹം ലഭ്യമാക്കുകയും ചെയ്തു എന്നുള്ളത് UAE-യുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ബന്ധം അത് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കി എന്ന് യൂസഫ് അലി വ്യക്തമാക്കുകയാണ്. ഇന്ത്യ നൽകിയ ഈ വലിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രിയോട് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അങ്ങനെ തന്ത്രപ്രധാനമായ ആ ബന്ധം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ മോദിയുടെ സഹകരണം കാരണമായി എന്ന് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായി കൂടിയായ UAE-യിലും ഏറ്റവും അധികം വ്യവസായങ്ങൾ നടത്തുന്ന യൂസഫ് അലിയാണ്. നമുക്കിനി ട്രംപിൻ്റെ ചൈന സന്ദർശനത്തിലേക്ക് ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഐതിഹാസികമായ ഒരു സന്ദർശനം എന്നൊക്കെ ട്രംപ് വിശേഷിപ്പിച്ച് ചൈനയിലേക്ക് പോവുകയും മറ്റും ചെയ്തത്. ഈ സന്ദർശനം നമുക്കറിയാം പലപ്പോഴും മാറ്റിവെച്ച ഒരു സന്ദർശനം കൂടിയായിരുന്നു. ഈ ഇറാൻ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, താരിഫ് യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് മാറ്റിവെക്കുകയും മറ്റും ചെയ്തു. പക്ഷേ വ്യവസായികളുടെ അകമ്പടിയോടെ ബീജിംഗിലെത്തിയ ട്രംപ് കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെയാണ്, ലഭിക്കാതെയാണ് മടങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വമ്പൻ വാചകങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അമേരിക്ക പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. സെമി കണ്ടക്ടർ ചിപ്പ് കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങളിലോ തീരുവകളിലോ ഇളവുകളിലോ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കരാറുകളിലും ഒപ്പിടാൻ ചൈന തയ്യാറായില്ല. ഹോർമുസ് തുറന്നു കൊടുക്കണമെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ഒരേ അഭിപ്രായത്തിലെത്തി എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ മറ്റ് വ്യാപാര ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഉണ്ടായില്ല. തന്ത്രപ്രധാനമായ ഒരു മേഖലയിലും അന്തിമ ധാരണയിലെത്താൻ ആയിട്ടില്ല. ചൈനയുടെ അതിഥിയായി എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് തായ്വാൻ പോലെയുള്ള ചൈനയുടെ അഭിമാന പ്രശ്നങ്ങളിൽ ഒരു തരത്തിലുമുള്ള ഉത്തരവും അല്ലെങ്കിൽ ചൈനയുടെ മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ ഒരു തരത്തിലുള്ള മറുപടിയും നൽകിയില്ല. അങ്ങനെ ട്രംപ് തിരിച്ച് അമേരിക്കയിലെത്തി. അജയ്, ഇത് ചെറിയ കാര്യമല്ല. ലോകരാജ്യങ്ങളെയൊക്കെ വിറപ്പിച്ചിരുന്ന താരിഫ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പോലും താരിഫ് കൂടുതൽ പ്രഖ്യാപിച്ച ട്രംപ് മൗനിയായി മടങ്ങിയെത്തുകയാണ് അമേരിക്കയിൽ. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. അമേരിക്കയിൽ ഉയരുന്ന പല എതിർപ്പുകളുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട്. ചൈന പോലെയുള്ള ഒരു ലോകരാജ്യത്തോട് കളിക്കാൻ പോയാൽ തിരിച്ച് പണി കിട്ടുമെന്നുള്ള ധാരണയിലേക്ക് ട്രംപ് എത്തിയെന്ന് വേണ്ടേ കരുതാൻ? രഞ്ജിത്ത്, നിരവധി വിഷയങ്ങളിൽ ഒരു ധാരണയാകുമെന്നും അതുപോലെ ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരു ധാരണകൾ, അതുപോലെ തന്നെ പുതിയൊരു നയതന്ത്രം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു ഈ ട്രംപിൻ്റെ ചൈനീസ് യാത്രയ്ക്ക് പിന്നാലെ. പക്ഷേ 2 ദിവസം നീണ്ടു നിന്ന ചൈനീസ് സന്ദർശനത്തിൽ അദ്ദേഹം ഒരു ടൂറിസ്റ്റിനെ പോലെ ചൈനയിൽ പല സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നു എന്നതല്ലാതെ എടുത്തു പറയാനാകുന്ന ഒരു കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടതായിട്ട് നമുക്ക് ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. ട്രംപ് പറയുന്നത് തൻ്റെ സന്ദർശനം പൂർണ്ണ വിജയമാണെന്നും നിരവധി കരാറുകളിൽ ധാരണയായി എന്നെല്ലാമാണ്. പക്ഷേ കരാറുകളൊന്നും ഒപ്പിട്ടതായിട്ടുള്ള ഒരു ഔദ്യോഗിക വിവരങ്ങളോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച രേഖകളോ ഇരു രാഷ്ട്രങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ഒരു സംയുക്ത പ്രസ്താവനയോ അതൊന്നും തന്നെ നമുക്ക് നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ലഭ്യമല്ല. ട്രംപ് അവിടെ ചെന്ന് ഈ ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശിച്ചു, അതുപോലെ തന്നെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിലെത്തി, അതുപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനം സന്ദർശിച്ചു, പിന്നെ ഷീ ജിങ് പിങ്ങുമായിട്ട് ദീർഘ
ദീർഘനേരം ചർച്ചകൾ നടത്തി, മാധ്യമങ്ങളെ കണ്ടു. ഇതല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവരുടെ ഈ ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനത്തിലെ ഏറ്റവും പ്രധാന അജണ്ട തന്നെ ആയിരുന്ന ഒരു വിഷയമാണ് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വിഷയം. ഈ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് വരെ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ട്രംപ് നിരവധി ചൈനീസ് ടെക് കമ്പനികൾക്ക് വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യം വന്നു. അവിടെ നിന്നുള്ള AI കണ്ടക്ടറുകളുടെ ഇറക്കുമതി, റെയർ എർത്ത് എലമെന്റുകളുടെ ഇറക്കുമതി, അത്തരം നിരവധി കാര്യങ്ങൾ ഇടയ്ക്ക് നിന്നു പോകുന്ന അവസ്ഥയുണ്ടായി. ഇത് കാരണം നിരവധി അമേരിക്കൻ കമ്പനികൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ വരെ ഉണ്ടായി. അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ മറ്റ് AI കണ്ടക്ടറുകളുടെ ഉൾപ്പെടെ ഒരു നിർമ്മാണത്തിനായി അവരെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു താൽക്കാലിക സമവായം എന്നോണം ഈ വർഷം നവംബർ വരെ ഒരു താൽക്കാലിക ഉടമ്പടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിലായിട്ടുണ്ട്. അല്ലാതെ അന്തിമമായിട്ടുള്ള ഒരു കരാർ ഇതുവരെയും ആയിട്ടില്ല. പക്ഷേ ട്രംപ് ചൈനയിലേക്ക് എത്തിയ സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയുണ്ടാകും, അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ ആരംഭിക്കും എന്നെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ട്രംപിനോടൊപ്പം ഇപ്പോൾ എലോൺ മസ്ക് ഉണ്ടായിരുന്നു, ടിം കുക്ക് ഉണ്ടായിരുന്നു, ബോയിങ്ങിൻ്റെ CEO ഉണ്ടായിരുന്നു. അപ്പോൾ നിരവധി പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ ട്രംപിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരൊക്കെ വെറുതെ ചൈനയിൽ ചെന്ന് അല്ലാതെ ഇവരുടെ കമ്പനികൾക്ക് നേട്ടമാകുന്ന രീതിയിലുള്ള ഒരു കരാറുകളോ അല്ലെങ്കിൽ ഉൽപ്പാദനം കാര്യക്ഷമമാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങളോ നടന്നിട്ടില്ല എന്ന് കാണാനാകും. ട്രംപിൻ്റെ ഒരു അവകാശവാദം ചൈന ബോയിങ്ങിൽ നിന്ന് ഏതാണ്ട് 200ഓളം ഫൈറ്റർ ജെറ്റുകൾ വാങ്ങും എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. അത് 750 ജെറ്റുകളിലേക്ക് വരെ അത് പിന്നീട് ഉയർത്തും എന്നും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നതല്ലാതെ ബോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു കരാർ ഒപ്പിട്ടതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. പിന്നെ ഇറാൻ യുദ്ധത്തിൽ ഇറാനെ ആദ്യം മുതൽ തന്നെ വളരെയധികം പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ ഈ പിന്തുണയിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നടന്നതായിട്ട് വിവരമില്ല. അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സമവായം ചൈന വഴി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വലിയ പ്രതീക്ഷയോടെ പോയ ട്രംപാണ് ഇപ്പോൾ പ്രതീക്ഷ നശിച്ച് തിരിച്ച് അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രസ്താവനകൾ വരും, അടുത്ത നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇറാനുമായുള്ള യുദ്ധത്തിന് ഇതുവരെ US ചെലവഴിച്ചത് $29 ബില്യൺ, അതായത് 3 ലക്ഷം കോടി രൂപ. അത്യാവശ്യം രാജ്യത്തിൻ്റെ ചിലവൊക്കെ മാസങ്ങളോളം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ പ്രാപ്യമായ ഒരു തുകയാണ് ഇതിനകം പൊടിച്ചു കളഞ്ഞത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ്. നേരത്തെ കണക്കാക്കിയതിനേക്കാളും $400 കോടി അധികം ചെലവായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുദ്ധച്ചെലവ് കുത്തനെ ഉയരുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ട്രംപ് സർക്കാരിനെതിരെ അമേരിക്കയിൽ ഉയരുന്നത് എന്നുള്ളതാണ്. 2 ആഴ്ച മുൻപ് അവതരിപ്പിച്ച കണക്കുകളേക്കാൾ ഏകദേശം 16% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിൽ നടന്ന ബജറ്റ് ഹിയറിംഗിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഇത്രയും രൂപ ചിലവഴിച്ചിട്ട് എന്താണ് രാജ്യം നേടിയത് എന്നുള്ള ചോദ്യം കൂടി അവിടുത്തെ ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൈനിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, മിസൈൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുടെ പുനഃസ്ഥാപനം, സൈനിക സാന്നിധ്യത്തിൻ്റെ പ്രവർത്തന ചെലവ്, ഇവയൊക്കെയാണ് വലിയ തോതിൽ ചെലവ് കുതിച്ചുയരാൻ കാരണമായതെന്നാണ് ഇപ്പോൾ പെൻറ്റഗൺ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ചെലവൊക്കെ ഇതിലും അധികമാണ് എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ആഗോളതലത്തിലുണ്ടായ നിരവധി പ്രശ്നങ്ങളിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം ഇതിലും വളരെ വലുതാണ്. ഇന്ധനവില വർധനവ്, വിലക്കയറ്റം, GDP-യിലുള്ള ഇടിവ്, ഇതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് എത്തണം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. Renergy presents തുടക്കം, the swearing in ceremony. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Renergy Systems India Private Limited, the most trusted solar energy brand. Co-presented by Berger. Berger Paints, paint your imagination. Co-powered by UGS Gold Loan. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS Gold Loan. Special partners IIC Lakshya. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. And IBIS. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. In association with അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.
പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ വി ഡി സതീശന്റെയും ഇഷ്ടകഥാപാത്രമായി കർണൻ മാറി. പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല, അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല. ഗോഡ്ഫാദറില്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയനൊപ്പം സതീശനുമെത്തി മൂന്നാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ കെ കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പിൽ എത്തിക്കാനായിരുന്നു ലീഡറുടെ ശ്രമം. വാഗ്ദാനം നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി. ഇതിലും വലിയ പദവി ലഭിച്ചാൽ ഞാൻ തിരികെ പോകണമോ എന്ന് ലീഡറുടെ ദൂതനോട് സതീശൻ ചോദിച്ചത്രേ. സ്വതസിദ്ധമായ ചിരിയായിരുന്നു ലീഡറുടെ മറുപടി. ഗ്രൂപ്പ് കളികളിലും അവഗണനയിലും മനമെടുത്ത് ഒരിക്കൽ സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചതായിരുന്നു വി ഡി സതീശൻ. ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായി തിരികെ വന്നത് AK ആന്റണിയുടെ നിർബന്ധപ്രകാരം. ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ 96-ൽ പോരാടി വീണു. 2001-ൽ ജയം. പിന്നീടുള്ളത് ചരിത്രം. സ്കൂൾ കാലം മുതൽ മികച്ച പ്രസംഗകനായിരുന്നു സതീശൻ. നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിന്റെ ശബ്ദമായി മാറി. 2006-ലെ VS സർക്കാരിന്റെ കാലത്ത് സഭയിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ. സർക്കാർ റെനജി പ്രസൻസ് തുടക്കം ദ സ്വെയറിംഗ് ഇൻ സെറിമണി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Renergy Systems India Private Limited, the most trusted solar energy brand. co-presented by Berger, Burger Paints, paint your imagination. co-powered by UGS Gold Loan. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS Gold Loan. Special partners IIC Lakshya Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. and IBIS. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. In association with അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ആ പുലിപ്പല്ല് ഒറിജിനൽ തന്നെ എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ശാസ്ത്രീയമായി. നമ്മൾ ഏറെക്കാലം ചർച്ച ചെയ്ത ഒന്നാണ്, റാപ്പർ വേടന്റെ പക്കലുള്ള പുലിപ്പല്ല് ഒറിജിനലാണോ, ഒറിജിനൽ അല്ല എന്നായിരുന്നു ഒരു വലിയ വിഭാഗം വാദിച്ചിരുന്നത്. ആ കേസിൽ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടക്കുന്നു. വലിയ തിരിച്ചടി വേടനുണ്ടാകുന്നു. യഥാർത്ഥ പുലിപ്പല്ല് എന്നാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിരിക്കുന്നത്. കൊൽക്കത്തയിലെ സുവോളജി ലാബിലായിരുന്നു ഈ പരിശോധന നടന്നത്. കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഏറ്റവും ഒടുവിൽ ആ പല്ല് ഒറിജിനൽ തന്നെ അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം, സുവോളജി ലാബിൽ നിന്നും ലഭിച്ച റിസൾട്ട് പ്രകാരം വേടന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത പുലിപ്പല്ല് അത് ഒറിജിനലാണ്, അത് പുലിപ്പല്ല് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഉടനെ തന്നെ അന്വേഷണ സംഘം കൈപ്പറ്റും. അതിന്റെ കോപ്പി ആവശ്യപ്പെടും. അതിനുശേഷം കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ കഞ്ചാവ് പരിശോധനയ്ക്കിടയിലായിരുന്നു ഈ പുലിപ്പല്ല് കണ്ടെത്തിയത്. പക്ഷേ വേടൻ അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. തനിക്കിത് സമ്മാനമായി ലഭിച്ചതാണ് ഈ പുലിപ്പല്ല് എന്ന് പറയുന്നു. പക്ഷെ ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തനിക്ക് അറിഞ്ഞിരുന്നില്ല. ഒരു ഗിഫ്റ്റ് തന്നത് താൻ വാങ്ങിച്ചു, അന്നത് മാത്രമേ അറിയാവുള്ളൂ എന്നായിരുന്നു വേടൻ അന്ന് പ്രതികരിച്ചിരുന്നത്. അതിനുശേഷം വേടനെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതൊക്കെ അന്ന് വലിയ വാർത്തയാകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും അതിന്റെ റിപ്പോർട്ട് അന്ന് തന്നെ പുലിപ്പല്ല് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരുന്നു, സുവോളജി ലാബിലേക്ക് അയച്ചിരുന്നു. അതിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഈ പുലിപ്പല്ല് ഒറിജിനലാണ് എന്ന് തന്നെയാണ് റിസൾട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് വേടൻ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ പുലിപ്പല്ല് വേടന് കൈമാറി എന്ന് പറയുന്ന രഞ്ജിത്ത് കുമ്പടിക്കായി അന്വേഷണം നടത്തിയെങ്കിലും പിന്നീട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും രഞ്ജിത്ത് കുമ്പടിയേക്കുള്ള അന്വേഷണവും ഒരു സമാന്തരമായ രീതിയിൽ അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പരിശോധനയിൽ പുലിപ്പല്ല് തന്നെയാണ്, ഒറിജിനൽ തന്നെയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം എത്രയും വേഗം റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. റാപ്പർ വേടന്റെ ആ പുലിപ്പല്ല് അത് ഒറിജിനൽ തന്നെ. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് വേടൻ കടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.
നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടക്കുകയാണ്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷെ ലീഗിൻ്റെ 5 മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയില്ല. 4 മന്ത്രിസ്ഥാനവും ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും ക്യാബിനറ്റ് റാങ്കിലുള്ളതാണ്. അതും ലീഗിന് നൽകാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നുണ്ട്. ഇന്നലെ ചേർന്ന UDF നേതൃയോഗത്തിൽ പ്രാഥമികമായ ഒരു ചർച്ച നടന്നിരുന്നു. ലീഗിന് 4 മന്ത്രിസ്ഥാനം തന്നെ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുണ്ട്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിൻ്റെ ആവശ്യവും അംഗീകരിക്കില്ല. ഒരുപക്ഷെ അവർക്ക് ചീഫ് വിപ്പ് പദവി കൂടി നൽകിയേക്കാം. അങ്ങനെ ഒരു സമവായത്തിനാണ് ഇപ്പോൾ UDF പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ VD സതീശൻ കൊച്ചി എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തേക്ക് തിരിക്കാനുള്ള സത്യപ്രതിജ്ഞയ്ക്കടക്കം മറ്റന്നാളാണല്ലോ സത്യപ്രതിജ്ഞ, അതിനുള്ള വരവാണ്. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. സ്വന്തം ജില്ലയിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എത്തി അവിടുത്തെ പ്രധാനികളെയൊക്കെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം തിരിച്ച് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന നിരവധി തീരുമാനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. അതിലൊന്ന് എസ്കോർട്ടും പൈലറ്റും പോലും വേണ്ട, താൻ സാധാരണക്കാരനായി, സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുജനങ്ങൾക്കിടയിലൂടെ നടന്നോളാം, ഒരു മുഖ്യമന്ത്രിയുടെ പവറും എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു പശ്ചാത്തലമുണ്ടായി. അത് ജനമേറെ കയ്യടിയോടുകൂടി തന്നെയാണ്, സംശയമില്ല, ഏറ്റുവാങ്ങിയത്. നമ്മളൊക്കെ നേരത്തെ കണ്ടതാണ്. 10, 30, 40 വാഹനങ്ങളിൽ ജനങ്ങളുടെ സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തി ഈ വഴികൾ പൊതുനിരത്തിലൂടെ കടന്നുപോയൊരു മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് വളരെ കൃത്യമായൊരു മാറ്റം സംഭവിക്കുമെന്നുള്ളത് ജനം ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്, സംശയമില്ല. അത്തരം മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇനിയും സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വേണം കരുതാൻ. അത് സംഭവിച്ചേക്കും എന്ന് വേണം കരുതാൻ. ഒപ്പം നിരവധി വെല്ലുവിളികൾ കൂടി നേരിടുന്ന ഒരു ഭരണ പ്രക്രിയയിലേക്കാണ് VD സതീശൻ കടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതായപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാതെ, പ്രതികരിക്കാതെ അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിനുള്ളിലേക്ക് കടന്നു പോവുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിനകം അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. പിന്നീട് ഇവിടെ ഉഭയകക്ഷി ചർച്ചകൾക്കായി അദ്ദേഹത്തെ ഘടകകക്ഷി നേതാക്കൾ കാത്തിരിക്കുന്നു, കോൺഗ്രസ് നേതാക്കൾ കാത്തിരിക്കുന്നു. മന്ത്രിമാരടക്കം എത്ര പേരുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തണം. അതിനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാം. നവമി ദിനേശ് വിവരങ്ങളുമായി നവമിയിലേക്ക് വരാം. VV അരുൺ, TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജിത്ത്, ചർച്ചകൾ സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തിയോ? കാര്യങ്ങൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമോ? രഞ്ജിത്ത്, എനിക്ക് പിന്നിൽ കാണുന്നത് കന്റോൺമെന്റ് ഹൗസാണ്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി. VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഈ വസതിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പകൽ ദിനം UDFന്റെ മന്ത്രിസഭ, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കടന്നുവരുന്ന മന്ത്രിസഭയുടെ ആരൊക്കെയാണ് എന്ന നിർണായക ചർച്ച നടക്കുന്ന ഇടമായി ഈ കന്റോൺമെന്റ് ഹൗസ് മാറുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ച ആരംഭിക്കും. രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കടമ്പകൾ ഇനി UDFന് കടക്കാനുണ്ട്. അതിലൊന്ന് ലീഗുമായുള്ള ആ ഉഭയകക്ഷി ചർച്ചയാണ്. കാരണം ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ലീഗിനെ എങ്ങനെ ഒപ്പം നിർത്തും? ആദ്യ ചോദ്യത്തിന് ഒരു വലിയ ഉത്തരമാണ് കോൺഗ്രസിന് മുന്നിൽ കണ്ടെത്തേണ്ടി വരിക. അതിലേറ്റവും പ്രധാനം 2011 തൽസ്ഥിതി വേണമെന്ന ലീഗിന്റെ ആവശ്യം, അതായത് 5 മന്ത്രിമാർ വേണമെന്ന ലീഗിന്റെ ആവശ്യം അതേപടി അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. 4 മന്ത്രിസ്ഥാനമേ കൈമാറാൻ കഴിയുകയുള്ളൂ. പകരം ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന ക്യാബിനറ്റ് പോസ്റ്റ് കൂടി നൽകാം. അത് MK മുനീറിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലീഗ് ഒരു ആവശ്യം ഉന്നയിച്ചത് കൂടിയാണ്. ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ലീഗ് ഇതിന് വഴങ്ങുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് 5 മന്ത്രിസ്ഥാനമില്ല, പകരം 4 മന്ത്രിസ്ഥാനമാണ് ഉള്ളത്. കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് 2 മന്ത്രിസ്ഥാനമാണ്. പകരം അവർക്ക് 1 മന്ത്രിസ്ഥാനമേ കൈമാറുകയുള്ളൂ. പകരം അവർക്ക് ചീഫ് വിപ്പ് സ്ഥാനം കൂടി കൈമാറാം. ഇതാണിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സൊല്യൂഷൻ കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ ഇത് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി കൊണ്ടുവരണം എന്നതാണ് അവർക്ക് മുന്നിലുണ്ടാകുന്ന വെല്ലുവിളി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യം മുന്നോട്ട് വെക്കുന്നതിന്റെ കാരണം കോൺഗ്രസിൽ ഇത്തവണ ഒരു പിടി നേതാക്കൾക്ക് പരിഗണന നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ചെറു ഘടകകക്ഷികൾക്ക് മന്ത്രിസഭയിൽ പരിഗണന നൽകേണ്ടി വരുമെന്നതാണ് സാഹചര്യം. നിലവിലുള്ള ആലോചന പ്രകാരം മുഖ്യമന്ത്രിക്ക് പുറമെ
10 മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആലോചനകൾ. ലീഗിന് 5 മന്ത്രിസ്ഥാനം നൽകിയാൽ മറ്റ് ഘടകകക്ഷികൾക്ക് പരിഗണന നൽകാൻ കഴിയാത്ത സാഹചര്യം വരും. അതായത് ഇത്തവണ UDFന്റെ വിജയത്തിന് കെട്ടുറപ്പായി നിന്നത് ചെറുതും വലുതുമായ എല്ലാ ഘടകകക്ഷികളുമാണ്. അപ്പോൾ അവരെ എല്ലാം പരിഗണിക്കണമെന്ന നിലപാട് VD സതീശനുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ആലോചനകളിലേക്ക് വരുന്നത്. അപ്പോൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം നിരസിക്കപ്പെടുന്നതിന് മുന്നിൽ, അത് എതിർക്കപ്പെടുന്നതിന് മുന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിലവിൽ 5 മന്ത്രിസ്ഥാനം നൽകിയാൽ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന സ്ഥാനങ്ങൾ ഇല്ലാതാവും. പരമാവധി നൽകാൻ കഴിയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 സ്ഥാനങ്ങളാണ്. അതിൽ വേണം ഈ വീതം വെപ്പ് നടക്കാൻ. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന വെല്ലുവിളിയിൽ ഒന്നത്. രണ്ടാമത്, ലീഗിന് വീണ്ടും 5ാം മന്ത്രി എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെതിരെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ എന്തായാലും 4 മന്ത്രിമാർ എന്ന ആലോചനയിലേക്കാണ്. ഒരുപക്ഷെ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുപക്ഷെ ലീഗ് സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. എന്തായാലും തുടക്കത്തിൽ 4 മന്ത്രിമാർ പ്ലസ് ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം മുമ്പ് VS അച്യുതാനന്ദനൊക്കെ വഹിച്ചിരുന്ന ആ പദവി കൈമാറാം. ഇതാണിപ്പോൾ നൽകിയിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പ്രപ്പോസൽ. ഈ പ്രപ്പോസൽ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയാക്കി ഉണ്ടാക്കിയെടുക്കണമെന്നതാണ്. 11 മണി, ഏകദേശം 10 മണിക്ക് ശേഷം ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. നമ്മൾ കണ്ടതാണ് VD സതീശൻ കൊച്ചിയിൽ നിന്നും അദ്ദേഹം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിലേക്ക് വരുന്നു. KC വേണുഗോപാൽ ഇവിടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ള കോൺഗ്രസിന്റെ മറ്റു നേതാക്കളുണ്ടാവും. ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ഉഭയകക്ഷി ചർച്ചയിലാണ് UDFൽ ധാരണ ഉണ്ടാവേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ RSP അടക്കമുള്ള ഘടകകക്ഷികൾ അവർ ഒരു മന്ത്രിസ്ഥാനമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ എങ്കിലും മികച്ച വകുപ്പുകൾ വേണം. ജലവിഭവ വകുപ്പ് പോലെയുള്ള വകുപ്പുകളാണ് RSPയുടെ മനസ്സിലുള്ളത്. ഷിബു ബേജോൺ ആ പദവിയിലേക്ക് വരണമെന്നതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അത്തരം വകുപ്പുകൾ നൽകാൻ കഴിയുമോ എന്ന മറ്റൊരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യമുണ്ട്. മാണി സി കാപ്പൻ അടക്കമുള്ള ചെറു പാർട്ടികൾക്ക്, അനൂപ് ജേക്കബിന്, ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകുക എന്ന ഒരു ഉറപ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് പാലിക്കപ്പെടണമെങ്കിൽ ഈ സാഹചര്യങ്ങൾ വേണം. അതിനപ്പുറം ടേം വ്യവസ്ഥകൾ കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരുപക്ഷേ ഈ ചർച്ചകളുടെ പുരോഗതി അനുസരിച്ച് ഒരുപക്ഷേ ടേം വ്യവസ്ഥ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൂടി ധാരണ ഉണ്ടായേക്കുമെന്ന് കരുതാം. ഒപ്പം തന്നെ CMB അടക്കമുള്ള കക്ഷികൾക്കും നൽകേണ്ടതുണ്ട്. KK രമയ്ക്ക് മന്ത്രിസ്ഥാനം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. KK രമ എന്തായാലും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. CMB ആവശ്യം RMBയും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം അവർ മുന്നണിയുടെ പൂർണ്ണമായ ഭാഗമല്ല, അസോസിയേറ്റ് മെമ്പർഷിപ്പാണ് അവർക്കുള്ളത്. അപ്പോൾ RMBയെയും കൂടി ഇതിന്റെ ഭാഗമാക്കി നിർത്തുക എന്നൊരു ആലോചന UDFന് ഉണ്ട്. അതായത് ഞങ്ങൾ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് തുല്യമായ ഒരു സാഹചര്യത്തിലേക്ക് VD സതീശന്റെ മന്ത്രിസഭയുടെ രൂപം മാറ്റണം എന്ന പ്രപ്പോസലൊക്കെ, വിശാലമായ ചിന്തകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായ ഒരു പക്ഷേ KK രമയും കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ കൂടി ആവണം ഈ ആലോചനകളെന്ന് മനസ്സിലാക്കാം. എന്തായാലും വെല്ലുവിളികൾ ഏറെയാണ്. ആദ്യം ലീഗ് ഇതിന് വഴങ്ങുമോ എന്ന ചോദ്യമാണ്. കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇതിന് വഴങ്ങുമോ എന്ന ചോദ്യമാണ്. രണ്ടാമത്തെ വിഷയമാണ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ വീതം വെപ്പ് എങ്ങനെ നടക്കുമെന്ന കാര്യം. അത് ഏറെ കുഴയ്ക്കുന്ന വിഷയം കൂടിയാണ്. അതിൽ ഗ്രൂപ്പ് അടിസ്ഥാനങ്ങൾ പരിഗണിക്കേണ്ടി വരും. കോൺഗ്രസിലെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രിസഭയിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് സതീശനൊരു വെല്ലുവിളിയാകും, സംശയമില്ല. 6 വിശ്വസ്തർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനാണ് KC വേണുഗോപാൽ നീക്കം. അൻവർ സാദത്ത് അദ്ദേഹത്തോട് ചോദിക്കും. അല്ല, ഇതെല്ലാം പാർട്ടികളെ തീരുമാനിക്കുന്നത്. ഇതെല്ലാം പാർട്ടികൾ തീരുമാനിക്കുന്നത്. ആര് വരണം എന്ത് വരണം എന്നൊക്കെ എല്ലാം പാർട്ടി തീരുമാനിക്കണം. രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണ് അൻവർ സാദത്ത് ഉള്ളത്. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ് മടങ്ങുകയാണ് അൻവർ സാദത്ത്. VV അരുൺ അവിടെയുണ്ട്. അരുണ്, ഏതായാലും രമേശ് ചെന്നിത്തല അങ്ങനെ അങ്ങ് വഴങ്ങില്ല, ആഭ്യന്തരം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തനിക്കൊപ്പമുള്ള അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ നേതാക്കൾക്കായി മന്ത്രിസ്ഥാനത്തിനായി വാദിക്കുന്നുണ്ട്. KPC അധ്യക്ഷ പദവിയും തന്റെ അടുപ്പക്കാരന് വേണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്നാണ് അറിയുന്നത്. സമ്മർദ്ദം അതിശക്തമാക്കിയിരിക്കുകയാണോ? ഇന്നലെ UDF യോഗത്തിൽ പോലും രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നില്ല. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ? രഞ്ജിത്ത്, VD സതീശന് മന്ത്രിസഭയിൽ തന്റെ ആളുകളെ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ അതിലൊരു ആധിപത്യം ഉണ്ടാക്കുക അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ചർച്ചകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഏത് മുഖ്യമന്ത്രിക്കും തന്റെ മന്ത്രിസഭയിൽ തനിക്കൊപ്പം പൂർണ്ണമായി നിൽക്കുന്ന ആളുകൾ, വിശ്വസ്തരെ നിറയ്ക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക്, VD സതീശന് അത്ര എളുപ്പമാകില്ല. KC വേണുഗോപാൽ പക്ഷം തങ്ങൾക്കൊപ്പമുള്ള 1/2 ഡസനിലേറെ പേരെ, വിശ്വസ്തര 1/2 ഡസനിലേറെ പേരെ മന്ത്രിമാരാക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി
വി ഡി സതീശന് മുമ്പാകെ വരുന്നത്. അതിൽ പലരും ഒഴിവാക്കാൻ കഴിയാത്ത പേരുകാരുമാണ്. അതാണ് വി ഡി സതീശനെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മുന്നിൽ ഉള്ളത്. വി ഡി സതീശൻ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എത്തുകയാണെങ്കിൽ, അദ്ദേഹം മന്ത്രിസഭയിൽ എത്തിയാൽ രമേശ് ചെന്നിത്തല ഒരാളാണ്. പിന്നീട് കെ മുരളീധരൻ മന്ത്രിസഭയിൽ ഉറപ്പായും വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ സതീശിനൊപ്പം തന്നെ നിൽക്കുന്നയാളുമാണ്. സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണ്. അദ്ദേഹം KC ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എം വിൻസെന്റ് മന്ത്രിസഭയിലേക്ക് എത്താൻ, തിരുവനന്തപുരത്ത് എത്താൻ സാധ്യതയുണ്ട്. എം വിൻസെന്റ് സതീശിനൊപ്പം നിൽക്കുന്നയാളാണ്. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ടി സിദ്ദിഖ്, AP അനിൽകുമാർ തുടങ്ങിയ പേരുകൾ സജീവമായി തന്നെ KC പക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ AP അനിൽകുമാറിന് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കീ പോസ്റ്റിലേക്ക് അദ്ദേഹം വരണമെന്ന ആവശ്യമാണ്. KC വേണുഗോപാലുമായി അത്രയധികം വ്യക്തിബന്ധം കൂടിയുള്ള ആളാണ്. ഒരുമിച്ച് നിയമസഭയിൽ വന്ന നേതാക്കളാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ AP അനിൽകുമാറിന് വേണ്ടി അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് KC വേണുഗോപാൽ. ടി സിദ്ദിഖും തീർച്ചയായും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന KC വേണുഗോപാൽ നിലപാടെടുക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മറ്റു പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം ഒരുപക്ഷെ ആദ്യം അദ്ദേഹം സ്പീക്കറാക്കാമെന്ന ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷേ തിരുവഞ്ചൂർ മുതിർന്ന നേതാവാണ്. KC പക്ഷത്തിന് വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന ആളുമാണ് ഇപ്പോൾ. അതുകൊണ്ട് തിരുവഞ്ചൂരിനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേ മതിയാകുന്ന കടുത്ത നിലപാടിൽ KC പക്ഷമുണ്ട്. അങ്ങനെ വരുമ്പോൾ 6ഓളം പേർ ഉറപ്പായും KC അനുകൂലിക്കുന്നവർ മന്ത്രിസഭയിൽ ചുരുങ്ങിയത് 6 പേരെങ്കിലും ഉണ്ടാകും. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് വലിയ സമ്മർദ്ദമുണ്ട്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യം വകുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലാണ് ഉണ്ടാകേണ്ടത്. ആഭ്യന്തരം ലഭിച്ചാൽ മാത്രം മതി എന്ന ഒരു നിലപാടിലാണ് ചെന്നിത്തല ഇപ്പോഴും ഉള്ളത്. അതാണ് അദ്ദേഹം സമ്മർദ്ദം ശക്തമാക്കി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് വകുപ്പ് പക്ഷേ ധനവകുപ്പ് നൽകാൻ തയ്യാറാണെന്ന് വി ഡി സതീശൻ നിലപാടെടുക്കുന്നു. ആഭ്യന്തരമില്ലെങ്കിൽ ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ എന്നത് ആദ്യത്തെ ചോദ്യം. അങ്ങനെ വന്നാൽ അതും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡിമാൻഡ്, തനിക്കൊപ്പമുള്ള അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരുടെ പേരും സജീവമായി തന്നെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരിൽ ഒരാളെങ്കിലും മന്ത്രിയാക്കണമെന്ന ആവശ്യമാണ്. അതിലാർക്കാണ് നറുക്ക് വീഴുക എന്നത് കാത്തിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഈ മന്ത്രിസഭയിലെ VD അനുകൂലികളുടെ എണ്ണം കുറയും. VT ബൽറാം ഇപ്പോൾ VD സതീശനുമായി ചേർന്ന് നിൽക്കുന്നയാളാണ്. പക്ഷേ മന്ത്രിസഭയിലേക്ക് വരുമെന്ന് പരിഗണിക്കപ്പെടുമെങ്കിലും വരിക അത്ര എളുപ്പമല്ല. 2 വനിതാ മന്ത്രിമാരുണ്ടാകും. അതിലൊന്ന് ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ KCക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന നേതാവാണ്. മറ്റൊരാൾ ഷാനിമോൾ ഉസ്മാനാണ്, VDക്കൊപ്പമുള്ള നേതാവ്. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിൽ വനിതാ മുസ്ലിം പ്രാതിനിധ്യം വരും. അവിടെയാണ് ടി സിദ്ദിഖിനെ പോലുള്ള ആളുകളുടെ വഴി ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ ടി സിദ്ദിഖിനെ ഇല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാനാകില്ല. കടുത്ത നിലപാട് KC വേണുഗോപാൽ സ്വീകരിച്ചാൽ സിദ്ദിഖിനെയും ഉൾപ്പെടുത്തേണ്ടി വരും. മാത്യു കുഴൽനാടനാണ് KC പക്ഷത്തുനിന്ന് പരിഗണിക്കുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരുകാരൻ. KCയുടെ ഗ്രൂപ്പ് മാനേജർ എന്ന നിലയിൽ ലീഗിനെ പോലും വിമർശിക്കാൻ, മുസ്ലിം ലീഗിനെ പോലും വിമർശിക്കാൻ രംഗത്തിറങ്ങിയ നേതാവാണ് മാത്യു കുഴൽനാടൻ. പക്ഷേ VD പക്ഷം ആ രീതിയിൽ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ പക്ഷേ ചാണ്ടി ഉമ്മൻ അവിടെ ഒരു സമമായ രണ്ടുപേർക്കും കാര്യമായ എതിർപ്പില്ലാത്ത ആളെന്ന ചാണ്ടി ഉമ്മൻ ആ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. വേറെയും പേരുകളുണ്ട്. VP സജീന്ദ്രൻ ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നയാളാണ്. പക്ഷേ സജീന്ദ്രൻ്റെ മന്ത്രിസഭയിലേക്കുള്ള വരവൊക്കെ അത്ര നിശ്ചയമല്ല, ഉറപ്പല്ല. ശക്തൻ തിരുവനന്തപുരത്ത് നിന്ന് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേരാണ്. ശക്തൻ VD സതീശനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നേതാവാണ്. ശക്തൻ ഒരുപക്ഷെ ഈ ശക്തൻ അതുപോലെ തന്നെ VP സജീന്ദ്രൻ തുടങ്ങിയ പേരുകൾ ഒരുപക്ഷെ മുഖ്യ മന്ത്രിസ്ഥാനത്തേക്ക് അപ്പുറത്തേക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്കോ പരിഗണിക്കപ്പെടുന്ന പേരുകളാണ്. അങ്ങനെ ഒരു കാരണവശാലും VD സതീശന് എളുപ്പമാകില്ല മന്ത്രിസഭയിൽ തൻ്റെ അപ്രമാദിത്യം, മന്ത്രിസഭാ അംഗങ്ങളിൽ തൻ്റെ ഒരു വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ 2006 VS സർക്കാരിൻ്റെ കാലത്തേതുപോലെ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല. അന്ന് പാർട്ടിയിലെ വലിയ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി VSന് സീറ്റ് അനുവദിക്കുകയും അദ്ദേഹം മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ VSന്റെ ഇടവും വലവും അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയാത്ത വിധം മന്ത്രിമാരെ കൊണ്ട് നിറച്ചിരുന്നു. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ, പിണറായിയുടെ വിശ്വസ്തനായ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം നൽകാതെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. തോമസ് ഐസക്കും G സുധാകരനും തുടങ്ങി അന്ന് പിണറായി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായ ആളുകളെ ഇടവും വലവും നിറച്ച് VSനെ പൂട്ടിയിട്ട ഭരണമെന്ന് പിന്നീട് പലപ്പോഴും വിലയിരുത്തപ്പെടുന്ന ഒരു ഭരണമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ VD സതീശൻ മന്ത്രിസഭയിൽ ഈ ആളുകളൊക്കെയാണ് വരുന്നത്. സ്വാഭാവികമായും അത്തരമൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ തന്നെയാണ് കാരണം ഏതൊക്കെ തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലൂടെ ആകും മന്ത്രിസഭാ രൂപീകരണം എന്നുള്ളത്. ഗ്രൂപ്പ് താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും വ്യക്തിപരമായ ഗ്രൂപ്പുകളാണല്ലോ. KC വേണുഗോപാൽ ഒരു വശത്ത്, അപ്പുറത്ത് രമേശ് ചെന്നിത്തല. ഇവരുടെ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ പൂർണ്ണമായും പരിഗണിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെ, ആ കടമ്പ എങ്ങനെ VD മറികടക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ഇന്നലെയാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ
ചേർന്നത് പത്തനംതിട്ടയിലും കൊല്ലത്തുമൊക്കെ വലിയ വിമർശനങ്ങൾ CPM-ന്റെ പ്രധാന നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരരുത്, അത് മോശം പ്രവണതയാണ്, പുതിയ ആളുകൾക്ക് വേണ്ടി വഴിമാറണമെന്ന ആവശ്യം പത്തനംതിട്ടയിൽ ഉയർന്നു. MV ഗോവിന്ദനാകട്ടെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇത്തവണ പ്രവർത്തിച്ചത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. അതിരൂക്ഷമായ വിമർശനം കേട്ടത് സംസ്ഥാന നേതാക്കൾ കൂടി പങ്കെടുത്ത സെക്രട്ടേറിയറ്റിലാണ്. അവർ നിശബ്ദമായി ഇത്തരം വിമർശനങ്ങൾ കേട്ടിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുക. ശശിനാരായണൻ, പത്തനംതിട്ടയിൽ എന്താണ് സംഭവിച്ചത്? ഇന്നും അതേ വിമർശനം ജില്ലാ കമ്മിറ്റിയിലും തുടരാൻ തന്നെയല്ലേ സാധ്യത? രഞ്ജിത്ത്, തീർച്ചയായും വലിയ വിമർശനങ്ങൾ പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ സ്ഥാനം റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം വിമർശനം ഉയർന്ന അതാണ്. മറ്റൊരു കാര്യമുള്ളത്, പ്രായപരിധി ഇളവ് നൽകിയത് പാർട്ടിയെ നയിക്കാൻ വേണ്ടിയാണ്. പാർട്ടി തോറ്റിട്ടും പിണറായി വിജയൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി വിമർശനമായി വരുന്നു. ഒപ്പം പാർട്ടിയെ തകർന്ന ഉത്തരവാദിത്തം പിണറായി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് ഭാര്യ, അതായത് MV ഗോവിന്ദന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ, പാർട്ടി തകർന്നടിയുമ്പോഴും MV ഗോവിന്ദന്റെ ഭാര്യയെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ രക്ഷപ്പെടുത്താനാണ് പാർട്ടി സെക്രട്ടറി ശ്രമിച്ചതെന്നുള്ള വിമർശനമാണ് വരുന്നത്. അങ്ങനെ അത്തരത്തിൽ വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു. പാർട്ടിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുല്ലുവിലയാണെന്ന് കൂടി പറയുന്ന തരത്തിലേക്ക് വിമർശനങ്ങൾ, അത്തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നത്. എന്തായാലും വലിയ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയൻ ഏറ്റെടുത്തിട്ടില്ല. അത് മറ്റു തലങ്ങളിലേക്ക് മാറ്റുന്നു. ഇനിയും ആ തോറ്റ പാർട്ടിയെ നയിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒപ്പം ഇനിയും പ്രതിപക്ഷ നേതാവാകുന്നത്, തോറ്റ ഒരു വ്യക്തി പ്രതിപക്ഷ നേതാവാകുന്നത് ശരിയല്ല എന്നുള്ള വിമർശനം കൂടി വന്നിട്ടുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. ഇന്നും നാളെയും നാളെ കൂടി ഒരു പക്ഷേ ഉണ്ടാവാനാണ് സാധ്യത. ഇന്നലെ തുടങ്ങിയ യോഗം നാളെ കൂടി ഉണ്ടാവാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. വലിയ വിമർശനങ്ങളാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. വീണ ജോർജിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ പാർട്ടിയുടെ നിലവിലുള്ള സാഹചര്യത്തിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങൾ നിലനിർത്താൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടും അതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിലും ഒപ്പം പ്രവർത്തന ശൈലിയും കൊണ്ട് നഷ്ടപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും പ്രവർത്തകർ ഉന്നയിച്ച വിമർശനം. ശരിയാണ്. പത്തനംതിട്ടയിലാണല്ലോ ചോദ്യം ചോദിച്ച പാർട്ടി പ്രവർത്തകരോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളും തോറ്റ് തീരുമാനമായിയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോകണം. കൊല്ലത്ത് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വലിയ വിമർശനങ്ങൾ ഉയർന്നു. കൊല്ലത്ത് അപ്രതീക്ഷിതമായ തോൽവി സംഭവിച്ച 2 മന്ത്രിമാരുണ്ട്. പത്തനാപുരത്ത് KV ഗണേഷ് കുമാറിൻ്റെ തോൽവിയൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. ഒപ്പം മന്ത്രി ചിഞ്ചുറാണി തോറ്റു. അങ്ങനെ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള തിരിച്ചടി നേരിട്ട ജില്ല കൂടിയാണ് കൊല്ലം. വിനീഷ്, എന്താണ് അവിടുത്തെ പാർട്ടിയിൽ സംഭവിക്കുന്നത്? വിനീഷ്, ഉള്ള മണ്ഡലമായിരുന്നു. അവരുടെ പരാജയം വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണം പിണറായി വിജയനെ നയിച്ച നേതൃത്വം എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പിണറായി മാറുനിന്ന് പുതിയൊരു ടീം നേതൃത്വം ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നാണ് അംഗങ്ങൾ അഭിപ്രായപ്പെടുന്നത്. കനത്ത തിരിച്ചടിക്ക് പിന്നാലെയും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് വീണ്ടും തെറ്റായ നീക്കമെന്ന ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വിമർശനമുണ്ട്. ഈ പ്രചരണ സമയത്ത് വീട്ടിൽ പോയി ചോദിക്ക് ഡാഷ് മോനെ തുടങ്ങിയ ചില പരാമർശങ്ങൾ ജനങ്ങളിൽ അവമതിപ്പ് സൃഷ്ടിച്ചതായിട്ടാണ് ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഭാര്യയെ, MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം പ്രത്യയശാസ്ത്രം പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്നാണ് ഉയർന്നു വന്ന മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ ഈ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിവാദവും തളിപ്പറമ്പ് സ്ഥാനാർത്ഥി നിർണയവും UDF-ന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതായി ആയിട്ടാണ് വിമർശനം, ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ഭരണവിരുദ്ധ തരംഗം ശക്തമായിരുന്നു എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. രഞ്ജിത്ത്, ശരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനത്തിന് BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനുമെതിരെ വിമർശനം ഉയർന്നിരുന്നു. മണ്ഡലത്തിലെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാകരുതെന്ന നിർദ്ദേശമാണ് കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ നൽകിയത്. പാലക്കാട്ടും തൃശ്ശൂരും ഉൾപ്പെടെ ജയം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിലെ തോൽവി വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. ജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനും 2029 മുന്നിൽ കണ്ട് പ്രവർത്തന സജ്ജമാകാനുമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്ന കോർ കമ്മിറ്റിയിലെ വിമർശനം ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ഉയരും. ജില്ലാധ്യക്ഷന്മാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്.
ഇടവേളയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറെ കൗതുകമുണർത്തുകയും ചർച്ചയാവുകയും മറ്റും ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, TVK സർക്കാർ ഏത് സമയത്തും താഴെ വീണേക്കാം എന്നാണ് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം DMK പ്രവർത്തകർക്കായി നൽകിയ ആഹ്വാനങ്ങളിലൊന്ന്. അതിനായി DMK പ്രവർത്തകർ തയ്യാറായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇതിനൊരു രാഷ്ട്രീയ സുനാമി എന്നാണ് ഈ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ പരാജയം അല്ലെങ്കിൽ വിജയിയുടെ വിജയത്തെ സ്റ്റാലിൻ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം താൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ 2029 ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നേക്കാം എന്നാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെ കണ്ടെത്തൽ. അത് ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. നമുക്കറിയാം, വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയ് വിശ്വാസ വോട്ട് നേടിയത്. AIDMKയുടെ വലിയൊരു വിഭാഗം ഇപ്പോൾ TVKയെ പിന്തുണയ്ക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്ന് തിരുത്തുകയാണ്. TVKയുടെ വിജയത്തെ മാജിക് സുനാമി എന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. അതേറെ പ്രധാനമാണ്. സ്റ്റാലിനെ അമ്പരപ്പിച്ച ഒരു പരാജയം എന്ന് തന്നെ വേണം ഇതിനെ കാണാൻ. രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്ന് പറയുന്നത് നേരത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നായകനായിരുന്നെങ്കിൽ ഇപ്പോൾ വില്ലനാണ്. നമുക്കറിയാം, വിജയുടെ ക്യാബിനറ്റിലേക്കൊക്കെ എത്തിയപ്പോൾ വലിയ വിമർശനമുണ്ടാകുകയും ഈ ജോത്സ്യനായ ഇയാളെ പിന്നീട് വിജയ് പിൻവലിക്കുകയും മറ്റുമായിരുന്നു. ഇപ്പോൾ ഇയാളുടെ പുതിയൊരു പ്രവചനമാണ് തമിഴ്നാട്ടിൽ ചർച്ചയാകുന്നത്. വിജയുടെ മോഹം അല്ലെങ്കിൽ വിജയ് ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്നാണ് ജ്യോതിഷി കൂടിയായ രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ ഇപ്പോൾ പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അധികാരമേറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ രാധൻ പണ്ഡിറ്റ് ഇപ്പോൾ വിജയുടെ അടുത്ത ലക്ഷ്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദമാണെന്നാണ് അവകാശപ്പെടുന്നത്. ഒരു അഭിമുഖത്തിലാണ് ഈ വിവാദ പ്രവചനം അദ്ദേഹം നടത്തിയത്. അതായത് വിജയുടെ ജാതകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതകത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് എന്നാണ് ഇപ്പോൾ രാധൻ പണ്ഡിറ്റ് പറയുന്നത്. മോദിയെപ്പോലെ ഇന്ത്യയുടെ ഭരണാധികാരിയാകാൻ വിജയ് വിധിക്കപ്പെട്ടവനാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വരും ദശകങ്ങളിൽ തമിഴ് രാഷ്ട്രീയത്തിലും ദേശീയതലത്തിലും വിജയ്ക്ക് വലിയ മത്സരങ്ങൾ നേരിടേണ്ടി വരില്ലെന്നും തോൽവി അറിയാത്ത നേതാവായി വിജയ് തുടരുമെന്നാണ് ഇപ്പോൾ ജ്യോതിഷി ഉറപ്പിച്ച് പറയുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ രാധൻ പണ്ഡിറ്റിന് സർക്കാർ പദവി നൽകിയതൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു. ഈ പ്രവചനം തമിഴ്നാട്ടിൽ വലിയ ട്രോളുകൾക്ക് ഇടവച്ചിട്ടുണ്ട്. വലിയ ചർച്ചയുമാണ് വിജയ് ആരാധകർക്ക് ഇടയിൽ ഈ പ്രവചനം. ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് പിന്നാലെ വലിയ ആധുനികവൽക്കരണവും കുതിപ്പുമൊക്കെയാണ് എയർ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിലാണ് എയർ ഇന്ത്യ ഗ്രൂപ്പ് എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ എയർ ഇന്ത്യ റെക്കോർഡ് നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. കമ്പനിയുടെ വാർഷിക നഷ്ടം ഏതാണ്ട് 26,800 കോടി ഇന്ത്യൻ രൂപയായി കുതിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവരുന്നത്. പങ്കാളിയായ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. എയർ ഇന്ത്യയിൽ 25% ഓഹരിയുള്ള സിംഗപ്പൂർ എയർലൈൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മാർച്ച് വരെയുള്ള 12 മാസത്തിനിടെ നഷ്ടം 3.56 ബില്യൺ സിംഗപ്പൂർ ഡോളറാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ രൂപയുടെ കണക്കിലാണ് നേരത്തെ പറഞ്ഞ ഏതാണ്ട് 28,000 കോടി രൂപയോളം ഇന്ത്യൻ രൂപ നഷ്ടം വരികയാണ്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന വരുമാനങ്ങളൊക്കെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ചത് പ്രശ്നമായി. യുദ്ധവുമായി ബന്ധപ്പെട്ട് വിമാന സർവീസുകളുടെ പുനഃസംഘടന പാളുകയും ചെയ്തു. ഇതാണ് കനത്ത തകർച്ചയിലേക്ക് ഇത്തരത്തിൽ എയർ ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സഹായം എയർ ഇന്ത്യ തേടിയിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതാണ്ട് അയോധ്യ കേസിന് സമാനമാണ് മധ്യപ്രദേശ് ധാറിലെ ഭോജ്ശാല കമാൽ മൗല പള്ളി വിവാദം. ഇത് കോടതി കയറി. ഈ വിഷയത്തിൽ നിർണായക വിധിയുമായി ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഭോജ്ശാല എന്ന് പറയുന്ന സ്ഥലം സരസ്വതി ക്ഷേത്രമാണെന്നും പരിപാലനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും പുരാവസ്തു ഗവേഷണ വകുപ്പിനും തീരുമാനമെടുക്കാമെന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾക്ക് ഈ സ്ഥലത്ത് നിസ്കരിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അത് ASIയുടെ 2003 ഉത്തരവാണ്. അത് കോടതി റദ്ദാക്കുകയാണ്. കാരണം സംസ്കൃത പഠന കേന്ദ്രത്തിൻ്റെയും സരസ്വതി ദേവി ക്ഷേത്രത്തിൻ്റെയും സൂചനകൾ ഈ ഭോജ്ശാലയിലുണ്ട് എന്നും ഇത് പരമാര വംശത്തിലെ രാജാവായ രാജാ ഭോജ് നിർമ്മിച്ച ക്ഷേത്രമായി കണക്കാക്കാമെന്നുമാണ് ജസ്റ്റിസുമാരായ വിജയ് കുമാർ ശുക്ലയും ജസ്റ്റിസ് അലോക് അവസ്ഥിയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്മാരകത്തിന്മേലുള്ള ഹിന്ദുക്കളുടെ അവകാശവാദം അംഗീകരിക്കുകയാണ്. പക്ഷേ ഒപ്പം മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളത് കൂടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത്
ഏതെങ്കിലും തരത്തിൽ പള്ളി നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിനെ സമീപിച്ച് പ്രത്യേക സ്ഥലം വാങ്ങി ആ പ്രദേശത്ത് പള്ളി നിർമ്മിക്കാം. സമാനമായി തന്നെയാണല്ലോ അയോധ്യ കേസിലും സംഭവിച്ചത്. പക്ഷേ അവിടെ ഇതുവരെ പള്ളി ഉയർന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ തന്നെയാണ് ഭോജ്ശാല കേസിലും കോടതിയുടെ നിരീക്ഷണമായി വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഠനമൊക്കെ നടത്തിയിരുന്നു. ഈ പഠനത്തിലാണ് ചരിത്രരേഖകളൊക്കെ ഉദ്ധരിച്ചാണ് ഇത്തരത്തിലൊരു പഠനം നടക്കുകയും ഈ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തത്. ഈ പഠനം കൂടി കണക്കിലെടുത്താണ്, ഇതിൻ്റെ ഒരു പരമ്പരാഗതമായ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എത്തിയിരിക്കുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ മുസ്ലിം മതവിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ പഴയ മാത്യു ഹെയ്ഡനെ ക്രിക്കറ്റ് പ്രേമികൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. മാത്യു ഹെയ്ഡന്റെ മകൾ ഗ്രേസ് ഹെയ്ഡൻ ഇപ്പോൾ ഗ്ലാമർ താരമായി ക്രിക്കറ്റ് മൈതാനത്തൊക്കെ വിലസുന്നുണ്ട്. കമന്റേറ്ററാണ്, ക്രിക്കറ്റ് വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരാളാണ്. ഇത്തരത്തിൽ ഗ്ലാമറസ് വസ്ത്രങ്ങൾ ധരിച്ച് കായിക മൈതാനങ്ങളിൽ എത്തുന്നതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഈ അവതാരക മാത്യു ഹെയ്ഡന്റെ മകൾ ഗ്രേസ് ഹെയ്ഡൻ നേരിടുന്നുണ്ട്. വസ്ത്രധാരണത്തെ ചൊല്ലിയുള്ള സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഗ്രേസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. തനിക്കിതൊന്നും തന്നെ ബാധിക്കില്ലെന്നും തൻ്റെ പ്രൊഫഷനോടാണ് തനിക്ക് കടപ്പാടെന്നും മറ്റു കാര്യങ്ങളൊന്നും താൻ ഒരു തരത്തിലും ചിന്തിക്കാറില്ല എന്നുമാണ് 23-കാരിയായ ഗ്രേസ് ഹെയ്ഡൻ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയയിലെ പ്രമുഖ ചാനലുകളുടെ അവതാരക കൂടിയാണ് ഗ്രേസ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുകയും മറ്റും ചെയ്തു. ഇതിനിടയിലാണ് ഇത്തരം ചില വിവാദങ്ങളും മറ്റും ഉയർന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് താൻ പലരും അഭിപ്രായം പറഞ്ഞോട്ടെ, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, താൻ തൻ്റെ പ്രൊഫഷനിൽ മാത്രം ശ്രദ്ധിക്കുന്നുവെന്നാണ് ഗ്രേസിൻ്റെ വളരെ കൃത്യവും വ്യക്തവുമായ മറുപടി. യു.പിയിൽ മഴക്കെടുതി തുടരുകയാണ് എന്ന ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ മരണം 117 കടന്നിരിക്കുകയാണ്. കാറ്റിനും മഴയ്ക്കും ശമനം വന്നപ്പോൾ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 45 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ചൂട് ഉയരും എന്ന മുന്നറിയിപ്പും യു.പിയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9 മണി ബുള്ളറ്റിൻ പൂർത്തിയാക്കാനുള്ള സമയമാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ വിശദമായി തന്നെ KP അഭിലാഷ് വിശദാംശങ്ങൾ പങ്കുവെക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.